Welcome to NCERT Plus 9 Plus 2 Physics. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫോഴ്സ് ലോ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ സമ്മറിയിലെ ടെക്സ്റ്റ് ബുക്കിന്റെ ചാപ്റ്ററിന്റെ ബാക്കിലെ സമ്മറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണിത്. The force acting in a simple harmonic motion is proportional to the displacement and is always directed towards the center of motion. Okay. അപ്പൊ നമുക്ക് ഇന്ന് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ 14.7, ദാറ്റ് ഇസ് എനർജി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. എനർജി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നോക്കുക, നമ്മളുടെ ഈ SHM-ല് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയും എപ്പോഴും സീറോയും ഒരു മാക്സിമം വാല്യൂവിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾറെഡി ഒരു SHM സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. നമ്മൾ ഇങ്ങനെ അത് കണ്ടിരുന്നു. V(t) മൈനസ് ഒമേഗ എ സൈൻ ഒമേഗ ടി പ്ലസ് 5. ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലെ. അപ്പം ഇതെന്ന് പറയുന്നത്, ഈ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ടൈം. ഓക്കെ, ആൻഡ് ഈ വെലോസിറ്റി എന്ന് പറയുന്നത് ഇപ്പം കൺസിഡർ, നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് ഒരു പെൻഡുലത്തിനെ കുറിച്ച്, ഒരു പെൻഡുലത്തിന്റെ ആട്ടത്തിനെ കുറിച്ച് ചിന്തിക്കാം. അപ്പം ആ വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും സീറോ വരുന്നത്? ഈ പോയിന്റിൽ, അത് ഈ എക്സ്ട്രീം പൊസിഷനിൽ എത്തുമ്പോൾ, എക്സ്ട്രീം അത് either ഈ പൊസിഷൻ അല്ലെങ്കിൽ ഇവിടെ ഈ രണ്ട് പോയിന്റ്സിലും, ഇപ്പൊ സപ്പോസ് എ ബി നമ്മൾ ഈ പോയിന്റ്സിനെ കൊടുക്കുകയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന എക്സ്ട്രീം പൊസിഷനിൽ എത്തുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? വെലോസിറ്റി എന്ന് പറയുന്നത് സീറോ ആവും. കാര്യം എന്താണ്? ആ പോയിന്റിൽ ഇപ്പൊ എയിലോ അല്ലെങ്കിൽ ബിയിലോ എത്തിക്കഴിയുമ്പോഴത്തേക്കും അതിന്റെ വെലോസിറ്റി സീറോ ആവും. അതിനെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് തിരിച്ചു കറങ്ങാൻ തുടങ്ങും ആ പോയിന്റിൽ എത്തുമ്പോൾ അല്ലെ. അപ്പം വെലോസിറ്റി എന്ന് പറയുന്നത് എവിടെയാ സീറോ? എക്സ്ട്രീം പൊസിഷൻ, ഡിസ്പ്ലേസ്മെന്റിന്റെ എക്സ്ട്രീം പൊസിഷനിൽ എത്തുമ്പോൾ വെലോസിറ്റി സീറോ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് കൈനറ്റിക് എനർജി എന്താന്ന് നോക്കാം. ഓക്കെ, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി. അപ്പൊ കൈനറ്റിക് എനർജി നമ്മൾ ക്യാപിറ്റൽ K കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം, ദാറ്റ് ഇസ് ½mv². ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ ഹാർമോണിക് മോഷന്റെ വെലോസിറ്റി എക്സ്പ്രഷൻ നമുക്ക് ഓൾറെഡി ഇങ്ങനെ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടേക്ക് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ ½ v എന്ന് പറഞ്ഞാൽ മൈനസ് ഒമേഗ എ സൈൻ ഒമേഗ ടി പ്ലസ് 5. ഇപ്പൊ v² എടുക്കുമ്പോൾ മൈനസിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ പോസിറ്റീവായി, ഒമേഗയുടെ സ്ക്വയർ ഒമേഗ² a² ആവും. സൈൻ ഒമേഗ ടി പ്ലസ് 5 സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ K എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരുന്നു. m(ω²) എന്ന് പറയുന്നതാണ് സ്മോൾ k, അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അപ്പം അത് നമുക്ക് ഇവിടേക്ക് കൊടുക്കാം. സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ k a² സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. അപ്പം ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ എ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ടൈം ആണ്. ഓക്കെ, ഇറ്റ്സ് ഓൾസോ എ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ടൈം. അതെന്തുകൊണ്ടാണ്? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ½mv² ആണ്. വെലോസിറ്റി ഒരു പീരിയോഡിക് ഫംഗ്ഷൻ, ടൈമിന്റെ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി ഇസ് ഓൾസോ എ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ടൈം. ആൻഡ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ½mv² ആണെന്നാണ്. അപ്പൊ നമ്മള് വെലോസിറ്റി എവിടെ സീറോ ആവുന്നതെന്നാ പറഞ്ഞത്? വെലോസിറ്റി സീറോ ആവുന്നത് വേറെവർ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം എത്തുന്നത്, ഡിസ്പ്ലേസ്മെന്റ് എവിടെയാണോ മാക്സിമം എത്തുന്നത് അവിടെയാണ് എന്ത് പറ്റുന്നത്? വെലോസിറ്റി സീറോ ആവുന്നത്. അപ്പം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മാക്സിമം എപ്പോഴാ വരിക? സോ വെലോസിറ്റി എന്ന് പറയുന്നത് സീറോ ആണ്, ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം. എയും ബി എന്ന് പറഞ്ഞ പോയിന്റിൽ വെലോസിറ്റി സീറോ ആണ്. സോ ആ രണ്ട് പോയിന്റിലും കൈനറ്റിക് എനർജി സീറോ ആണ്. കൈനറ്റിക് എനർജി സീറോ അറ്റ് എക്സ്ട്രീം പൊസിഷൻസ്. ഓക്കെ, അത് എക്സ്ട്രീം പൊസിഷൻ മീൻസ് വേർ ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് മാക്സിമം. ഓക്കെ, അവിടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് സീറോ ആണ്. ആൻഡ് കൈനറ്റിക് എനർജി മാക്സിമം വരുന്ന പോയിന്റ് എവിടെയായിരിക്കും? കൈനറ്റിക് എനർജി മാക്സിമം വരുന്നത്, ഇപ്പം സപ്പോസ് ഇതാണ് നമ്മളുടെ മീൻ പൊസിഷൻ, ദിസ് ഇസ് ദ, ഇവിടാണ് ഇതിന്റെ മീൻ പൊസിഷൻ. ഓക്കെ, അപ്പം ഈ മീൻ പൊസിഷനിലാണ് കൈനറ്റിക് എനർജി മാക്സിമം വരുന്നത്. കൈനറ്റിക് എനർജി മാക്സിമം വരുന്നത് അറ്റ് മീൻ പൊസിഷൻ. ഓക്കെ, അവിടെയാണ് കൈനറ്റിക് എനർജിക്ക്
മാക്സിമം വാല്യൂ വരുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഗ്രാഫ് ഇവിടെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ പോയിന്റിലും ബിയിലും വെലോസിറ്റി 0 ആണ്, എയിലും വെലോസിറ്റി 0 ആണ്. വെലോസിറ്റി മാക്സിമം വരുന്നത് ഈ മെയിൻ പൊസിഷനിലാണ്. അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് mv² ആയതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി 0 വരുന്ന എക്സ്ട്രീം പൊസിഷനിലും മാക്സിമം വരുന്നത് മെയിൻ പൊസിഷനിലും ആയിരിക്കും. ഓക്കെ, ആൻഡ് നമ്മൾ പറഞ്ഞു കൈനറ്റിക് എനർജി ഈസ് ഓൾസോ എ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ടൈം. ദിസ് ബിക്കോസ് വെലോസിറ്റി ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ടൈം ആയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പീരീഡ് എന്താണെന്ന് അറിയണം. വാട്ട് ഇസ് ദ ടൈം പീരീഡ്? അതപ്പം നമ്മളൊന്ന് അറിയണം. അപ്പൊ നോക്കുക, നമ്മുടെ എക്സ്പ്രഷൻ ഞാൻ ഇവിടെ ഒന്നുകൂടെയും കൂടെ എഴുതാം. നമ്മുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഹാഫ് കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈ. അപ്പൊ നമുക്ക് ഇതിന്റെ ടൈം പീരീഡ്, as it's a periodic function of time, ഇതിന്റെ ടൈം പീരീഡ് ദാറ്റ് ഇസ് ടി. ടൈം പീരീഡിനെ സപ്പോസ് ഞാൻ ഇവിടെ ടി പ്രൈം എന്ന് കൊടുക്കുവാണ്, ടൈം പീരീഡ് ഓഫ് കൈനറ്റിക് എനർജി. അപ്പം അത് ശ്രദ്ധിക്കാം. ടൈം പീരീഡ് ഓഫ് വി ആർ ഫൈൻഡിങ് ടൈം പീരീഡ് ഓഫ് കൈനറ്റിക് എനർജി. അതിനെ ഞാൻ ടി പ്രൈം എന്ന് കൊടുക്കണം. അത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. അപ്പം നമ്മളുടെ നമ്മൾ നോർമലി കൈനറ്റിക് എനർജി എന്ന് പറയുന്ന അതിന്റെ നമ്മൾ ടൈം പീരീഡ് കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? നമ്മൾ സൈനിന്റെ അല്ലെ കോസ് ഫംഗ്ഷനിന്റെ ആർഗ്യുമെന്റ് വെച്ചിട്ടാണ്. ഇവിടെ നോക്കുക, സൈൻ ഫംഗ്ഷൻ ആണ്, പക്ഷെ അത് സ്ക്വയേർഡ് ആണ്. അപ്പൊ നമ്മൾക്കറിയാം, നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് എല്ലാം ചെയ്താണ്. ഈ സൈൻ സ്ക്വയറിനെ എന്ത് ചെയ്യണം? നമ്മൾ ഇൻ ദ ഫോം ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ, അതായത് സ്ക്വയർ ടേം അല്ല സൈൻ അല്ലെങ്കിൽ കോസ്, അങ്ങനെ എന്തെങ്കിലും ഒരു ടേം പറഞ്ഞു. ഈ സ്ക്വയർ ടേം ഇവിടുന്ന് കളഞ്ഞു കഴിഞ്ഞാൽ അത് യു ഹാവ് ടു മേക്ക് ഇറ്റ് ഇൻ ടു ദ ഫോം ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈം പീരീഡ് പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് ടൈം പീരീഡ് പറയാം. ഈ എന്താണ് സ്മോൾ ടിയുടെ ഇതായിട്ട് വരുന്നത്, അതിന്റെ കൂടെ വരുന്ന ആരാണോ അതാണ്. അതിന് ശേഷം നമുക്ക് ആംഗുലർ ഫ്രീക്വൻസി കിട്ടും. അതിൽ നിന്ന് നമുക്ക് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2π ബൈ ആംഗുലർ ഫ്രീക്വൻസി. അപ്പൊ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ടിയുടെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന ആളാണ് ആംഗുലർ ഫ്രീക്വൻസി. അത് എടുത്താൽ മതി. അപ്പം ഒരു സിമ്പിൾ ഹാർമോണിക് ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഉള്ള ആളെന്താണ് സൈൻ സ്ക്വയർഡ് ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. അപ്പൊ നോക്കുക, നമുക്ക് ഇൻ ജനറൽ നമുക്ക് മാത്സിന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ആക്ച്വലി പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് സൈൻ സ്ക്വയർഡ് എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2 ഇൻറ്റു ഈ ഇവിടെ വന്നിരിക്കുന്ന ആള് 2x ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെ മാത്സിൽ ആക്ച്വലി നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി പഠിക്കാനുണ്ട്. ഇപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ബിക്കോസ് ഇത് സെക്കൻഡ് ഇയർ മാത്സിലാണെന്ന് തോന്നുന്നു പഠിക്കുന്നത്. അതിപ്പോ പഠിക്കുന്നുണ്ടോന്ന് അറിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഈ ഐഡന്റിറ്റി നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഇസ് നമ്മളുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് കെ എ സ്ക്വയർ, ഇത് സ്മോൾ കെ ആണ് കേട്ടോ, ഈ കെ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈ ആണല്ലോ. അപ്പം ഈ സൈൻ സ്ക്വയർ ഈ ഇവിടെ നമ്മളുടെ ഹിയർ എക്സ് എന്ന് പറയുന്നതാണ്, എക്സിന് പകരം വന്നിരിക്കുന്നത് ഈ ഐഡന്റിറ്റിയിൽ എക്സിന് പകരം നമുക്ക് ഇവിടെ വന്നിരിക്കുന്നതാണ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി. അപ്പൊ ഇതിന് പകരം നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ കൊടുക്കാൻ പോവാണ്. ദാറ്റ് ഇസ് ഹാഫ് കെ എ സ്ക്വയർ സൈൻ സ്ക്വയർഡ് ഒമേഗ ടി പ്ലസ് ഫൈക്ക് വരും 1 മൈനസ് കോസ് 2 ഒമേഗ ടി പ്ലസ് ഫൈ ബൈ 2. ഓക്കെ, ബൈ 2. സോ ഇവിടെ നോക്കുക, നമ്മൾ ഇതിങ്ങനെ കൊടുത്തു. അപ്പൊ ഇവിടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒന്നുകൂടെ കൂടി ഇങ്ങനെ എഴുതാം. സോ ഹാഫ് കെ എ സ്ക്വയർ ഇൻറ്റു 1/2 1 മൈനസ് കോസ് 2 ഒമേഗ ടി മൈനസ് കോസ് 2 ഫൈ. ഓക്കെ, എനിക്ക് ഇങ്ങനെ എഴുതല്ലോ. അപ്പം ഇതെന്ന് പറയുന്നത് നൗ ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ SHM. പക്ഷെ ഈ SHM എന്ന് പറയുന്നത് സീറോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അത് സീറോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നല്ല, ആ പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് നോർമലി 0 ആവുമ്പോഴാണ് ഇവിടെ 1 അല്ല 0 ആവുമ്പോഴാണ് നമുക്ക് ഇതില്ലാത്തൊരു ടേമിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇഫ് ഇറ്റ് ഈസ് 1 മീൻസ് പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് 1 ആണ് ഇൻസ്റ്റെഡ് ഓഫ് 0, അത്രേ ഉള്ളൂ. ഓക്കെ, സോ നൗ ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് SHM. അപ്പൊ ഇവിടുത്തെ നമുക്ക് ആംഗുലർ ഫ്രീക്വൻസി എന്താണെന്ന് വന്നു, അത് ഈ സ്മോൾ ടിയുടെ കോഎഫിഷ്യന്റ് ആയിട്ട് വന്നിരിക്കുന്നത്, കോസ് ഫംഗ്ഷനിലെ സ്മോൾ ടിയുടെ കോഎഫിഷ്യന്റ് ആയിട്ട് വന്നിരിക്കുന്ന ആരാണ്? ദാറ്റ് ഇസ് 2 ഒമേഗ. സോ ഹിയർ ആംഗുലർ ഫ്രീക്വൻസി ദാറ്റ് ഇസ് ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്ന ആള് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നു 2 ഒമേഗ. സോ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? ടൈം പീരീഡ് നമ്മൾ ടി പ്രൈം നടത്ത് ടൈം പീരീഡിന്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ 2π ബൈ ആംഗുലർ ഫ്രീക്വൻസി. സോ 2π ബൈ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 2 ഒമേഗയാണ്. ഓക്കെ, സോ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതിക്കൂടെ? 1/2 ഇൻറ്റു 2π ബൈ ഒമേഗ എന്ന് എഴുതിക്കൂടെ? അപ്പം ഇൻ ജനറൽ നമ്മൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്
SHMന്റെ ടൈം പീരീഡ് നമ്മൾ ഓൾറെഡി കണ്ടാണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ടൈം പീരീഡ് ഈസ് ഗിവൺ ബൈ 2π/ω ആണ്. സോ ഇവിടെ നമ്മളുടെ കൈനറ്റിക് എനർജിയുടെ ടൈം പീരീഡ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? ടൈം പീരീഡ് ഓഫ് കൈനറ്റിക് എനർജി. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്ത് T പ്രൈം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 2π/ω എന്നാണ്. 1/2 ഇൻറ്റു ടൈം പീരീഡ് ഓഫ് SH. സോ കൈനറ്റിക് എനർജിയുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഹാഫ് ഓഫ് ടൈം പീരീഡ് ഓഫ് SHM. അങ്ങനെയാണ് നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷന് കിട്ടിയ ടൈം പീരീഡിന്റെ ഹാഫ് ആയിട്ടാണ് ഇവിടെ കൈനറ്റിക് എനർജിയുടെ ടൈം പീരീഡ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പം അത് കിട്ടി. നോക്കുക, നമ്മളിവിടെ ഇവിടെ നമ്മളുടെ ഈ കൈനറ്റിക് എനർജി എക്സ്പ്രഷനിൽ നമ്മുടെ കൈനറ്റിക് എനർജി എക്സ്പ്രഷനിൽ V എന്ന് പറയുന്നത് സ്ക്വയേർഡ് ആയിട്ടുള്ള ടേം ആണ് അല്ലെ? V സ്ക്വയർഡ് ആണ്. സോ വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എന്താണ്? അതിന് ഇൻഎഫക്റ്റീവ് ആണ്. V സ്ക്വയർ എടുക്കുമ്പോൾ പോസിറ്റീവ്, വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ ഏറ്റവും സ്ക്വയർ എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? മാക്സിമം കൈനറ്റിക് എനർജി, അതായത് ഒരു ടൈം പീരീഡിൽ മാക്സിമം കൈനറ്റിക് എനർജി 2 പ്രാവശ്യം വരും. ഈ നെഗറ്റീവ് വെലോസിറ്റിയിലും പോസിറ്റീവ് വെലോസിറ്റിയിലും മാക്സിമം കൈനറ്റിക് എനർജി അച്ചീവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ T/2 ആയത്. ഓക്കെ, ഇനി നമുക്കിപ്പോ നമ്മൾ ഇവിടെ എന്താ കണ്ടത്? കൈനറ്റിക് എനർജിയാണ് കണ്ടത്. ഇനി നമ്മൾ വിൽ സീ ദ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM. പൊട്ടൻഷ്യൽ എനർജിയെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് U ആയിട്ടാണ്. U is a symbol. Potential energy of particle executing SHM. അതായത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ പൊട്ടൻഷ്യൽ എനർജി നോക്കാം. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പൊട്ടൻഷ്യൽ എനർജി കൺസെപ്റ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി ഫോർ കൺസർവേറ്റീവ് ഫോഴ്സസ്. കൺസർവേറ്റീവ് ഫോഴ്സസിന് മാത്രമേ നമ്മൾക്ക് പൊട്ടൻഷ്യൽ എനർജി ഡിഫൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ എന്തെങ്കിലും ഡിസിപ്പേഷൻ ഉണ്ടെങ്കിൽ, ബിക്കോസ് നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു പൊസിഷന്റെ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ കൺസർവേറ്റീവ് ഫോഴ്സസിന് മാത്രമേ അത് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ നിങ്ങളിപ്പോ സ്പ്രിംഗ് ഫോഴ്സ് എടുക്കുക. സ്പ്രിംഗ് ഫോഴ്സ് നമ്മൾ ഓൾറെഡി വർക്ക് എനർജി ആൻഡ് പവർ ചാപ്റ്ററിൽ കണ്ടാണ്. സ്പ്രിംഗ് ഫോഴ്സ് ദാറ്റ് ഇസ് ഡിഫൈൻഡ് ആസ്, നമ്മൾ ഇവിടെ ഈ ചാപ്റ്ററിലും കണ്ടിട്ടുണ്ട്. ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് -k/x. ഈ സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഓക്കെ, സ്പ്രിംഗ് ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടതുമാണ്. അതെന്താണ്? SHM എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ഓൾറെഡി വർക്ക് എനർജി ചാപ്റ്ററിൽ, പവർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സ്പ്രിംഗ് ഫോഴ്സിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ½ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അതെന്ന് പറഞ്ഞാൽ ഇറ്റ് അണ്ടർഗോസ് SHM. അതുകൊണ്ട് തന്നെ നമ്മളുടെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ദാറ്റ് ഇസ് ഗിവൺ ബൈ ½ So this is the potential energy of a particle executing SHM. ഒരു SHM അണ്ടർഗോ ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇതാണ്. And you see, so you have this U of x, ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ½ ഇനി നോക്കുക, നമ്മളുടെ എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾക്ക് ഇറ്റ് ഇസ് a cos ωt + 5. സോ യു ഓഫ് എക്സിനെ എങ്ങനെ എഴുതാൻ സാധിക്കും? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ½ cos² ωt + 5. അപ്പം ഇതെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ടൈം ആണ്. ഇറ്റ്സ് എ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ടൈം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ഇറ്റ്സ് എ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ടൈം. ആൻഡ് നമ്മളുടെ യു ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ½ ആണ്. ദാറ്റ്ഫോർ ദിസ് ഇസ് പൊട്ടൻഷ്യൽ എനർജി ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ടൈം ആണ്. ആൻഡ് നമ്മൾ നേരത്തെ കൈനറ്റിക് എനർജി ചെയ്ത പോലെ തന്നെ സെയിം രീതിയിൽ നമുക്ക് ഇതിന്റെയും ടൈം പീരീഡ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് T', that can also be proved to be equal to T/2. ഓക്കെ, അത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം പൊട്ടൻഷ്യൽ എനർജി എന്ന ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് പീരിയോഡിക് ആണ്. ആൻഡ് അതിന്റെ പീരീഡ് ആണ് T/2. ഓക്കെ, ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഇപ്പം ഒരു പാർട്ടിക്കിൾ, സപ്പോസ് നമ്മളൊരു പെൻഡുലം എടുക്കുകയാണെങ്കിൽ എവിടെയാണ് നമുക്ക് ഇതുപോലെ തന്നെ വീണ്ടും പറയാം, അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഈ മീൻ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അത്
ഈ ഒരു പൊസിഷനിൽ ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ആൻഡ് എക്സ്ട്രീം ഡിസ്പ്ലേസ്മെന്റ്, അത് ഇവിടെ എക്സ്ട്രീം പോയിന്റ്സിലാണ് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മാക്സിമം. ഈ പോയിന്റ്സിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എക്സ്ട്രീം പൊസിഷൻ നമ്മളുടെ കൈനറ്റിക് എനർജിയുടെ നേരെ തിരിച്ചു വരും. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുന്നത് എക്സ്ട്രീം പൊസിഷനിലാണ്. കാര്യം അവിടെ ആ സമയത്താണ് എന്ത് കൈനറ്റിക് എനർജി ടു പൊട്ടൻഷ്യൽ എനർജി ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. ആൻഡ് ഈ പൊസിഷനിൽ, ബിക്കോസ് ഈ മെയിൻ പൊസിഷനിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, മെയിൻ പൊസിഷനിൽ വരുമ്പോൾ അത് റെസ്റ്റ് പൊസിഷൻ ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ½ k x² ആണ്. അപ്പൊ മെയിൻ പൊസിഷന്റെ പൊട്ടൻഷ്യൽ എനർജി അതുകൊണ്ട് തന്നെ 0 വരും. ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആവുന്നത് ഈ രണ്ട് എക്സ്ട്രീം പൊസിഷനിലാണ്. അവിടെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം വരും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് എനർജിയും കിട്ടിക്കഴിഞ്ഞു. നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയും അറിഞ്ഞു, കൈനറ്റിക് എനർജിയും കണ്ടു. അപ്പൊ നമ്മൾ നോർമലി പിന്നെ എപ്പോഴും സംസാരിക്കാൻ പോകുന്നത് എന്തായിരിക്കും, സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജിയെ കുറിച്ചായിരിക്കും. സോ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, സപ്പോസ് അതിനെ നമ്മൾ ഇ എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ എനർജി ഇസ് ദ സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. ആൻഡ് പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതാണ്, ½ k a² cos² ωt പ്ലസ് 5. ഓക്കെ, എന്നാൽ ഞാൻ ടോട്ടൽ എനർജി നെക്സ്റ്റ് ഇതിലേക്ക് ഇപ്പുറത്തേക്ക് എഴുതാമേ. സോ സി ടോട്ടൽ എനർജിയുടെ എക്സ്പ്രഷൻ ഇറ്റ്സ് സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. ആൻഡ് പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ½ k a² cos² ωt പ്ലസ് 5. ആൻഡ് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ½ k a² sin² ωt പ്ലസ് 5. അപ്പൊ ഇവിടെ രണ്ടിടത്തും ½ k a² നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ സാധിക്കും. സോ ½ k a² ഞാൻ കോമൺ ആയിട്ട് എടുക്കുന്നു. ഇനി ബ്രാക്കറ്റിൽ അപ്പോൾ ഉള്ളത് cos² ωt പ്ലസ് 5 ആണ് ഫസ്റ്റിൻ്റെ അകത്ത്. സെക്കൻഡ് വണ്ണിൻ്റെ അകത്ത് sin² ωt പ്ലസ് 5. അപ്പൊ എന്താണ്, നമുക്കൊരു ഫേമസ് ഐഡന്റിറ്റി ഉണ്ട്, sin² x പ്ലസ് cos² x ഇസ് ഈക്വൽ ടു 1. ഇവിടെ എക്സിന്റെ ഇൻ പ്ലേസ് ഓഫ് എക്സ് നമുക്ക് ഇവിടെ ഉള്ള ആളാണ് ωt പ്ലസ് 5. സോ ഇതെന്ന് പറയുന്നത് ½ k a² into 1 which is ½ k a². ഇത് മുഴുവൻ എന്താണ്, 1 ആയിപ്പോയി. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ടോട്ടൽ എനർജി എക്സ്പ്രഷൻ, ½ k a². അപ്പൊ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇവിടെ സാധിക്കും ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഈ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം. അതിൻ്റെ അകത്ത് ടൈമിന്റെ കമ്പോണൻസ് ഒന്നും വരുന്നില്ല, അത് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം ആണ്. അത് ഇപ്പൊ ഒരു ഹാർമോണിക് ഓസിലേഷന് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം ആണ്. അപ്പം കൺസർവേറ്റീവ് ഫോഴ്സ് ഒരു ഏത് പാർട്ടിക്കിൾ ആണോ അത് കൺസർവേറ്റീവ് ഫോഴ്സസിന്റെ അകത്തുള്ള ഏത് പാർട്ടിക്കിളിന്റെ മോഷനിലും ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം ആണ്. അപ്പൊ അത് ഇതുപോലെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഫിഗർ നമുക്ക് ഇവിടെ നോക്കാം. അപ്പം രണ്ട് ഫിഗർ ഉണ്ട്. ഒരു ഫിഗറിന്റെ അകത്ത് നമ്മുടെ ഈ ടൈം ഡിപ്പെൻഡൻസ് ആണ്, അതായത് പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും ടോട്ടൽ എനർജിയുടെയും ടൈം ഇൻഡിപെൻഡൻസിന്റെ ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ടോട്ടൽ എനർജിയും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഡിസ്പ്ലേസ്മെന്റ് ഡിപ്പെൻഡൻസും വെച്ചിട്ട് രണ്ട് ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഗ്രാഫ് നോക്കാം. ഫസ്റ്റ് ഗ്രാഫിന്റെ അകത്ത് ഇതാണ് നമ്മുടെ കൈനറ്റിക് എനർജി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ആൻഡ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ബ്ലാക്ക് കളർഡ് ഗ്രാഫാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ്. ദ വൺ വിച്ച് ഇസ് സ്റ്റാർട്ടിങ് ഹിയർ, ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ്. ആൻഡ് ദ ബ്ലൂ വൺ എന്ന് പറയുന്നതാണ് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ്. ഓക്കെ, അത് കാണിച്ചിട്ടുണ്ട്. ഒരു SHM അണ്ടർഗോ ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ എന്താണ് കൈനറ്റിക് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം, SHM അണ്ടർഗോ ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ടോട്ടൽ എനർജി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ആണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഗ്രാഫിൽ തന്നെ നമുക്ക് ഒരു ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ട്. T/2 ഉണ്ട്, T ഉണ്ട്. T എന്ന് പറഞ്ഞാൽ SHMന്റെ ടൈം പീരീഡ് ആണ്. അപ്പൊ നോക്കുക, നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ നിന്ന് തന്നെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ടൈം പീരീഡ് T/2 ആയിട്ട് കാണാം. ബിക്കോസ് ഇത് ഇവിടെ വീണ്ടും അതെന്ന് പറയുന്നത് നമ്മളുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫാണ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാന്ന് വീണ്ടും അതേ ലെവലിൽ വരുന്നല്ലേ. സോ ഇവിടം വരെ എത്തുമ്പോൾ അതേ ലെവലിൽ എത്തിയില്ലേ. സോ അതിനെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് T/2. സെയിം ഫോർ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി 0 ആണ്.
അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 0 വരുന്നതെന്ന് പറഞ്ഞാൽ ടൈം എന്ന് പറയുന്നത് ഇവിടം വരെയുള്ള ടൈമാണെന്ത് T/2. സോ ആ ടൈം പീരീഡും അവിടെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ടോട്ടൽ എനർജി, ടോട്ടൽ ഇ എന്ന് പറയുന്ന ഇ ഈസ് ദ ടോട്ടൽ എനർജി. ഓക്കെ, അപ്പൊ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താ, എല്ലാ ടൈമിലും ഏത് ടൈം എടുക്കുമ്പോഴും അത് കോൺസ്റ്റന്റ് ആണ്. ഒരേ പോയിന്റ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നിൽക്കുന്നത്. ദാറ്റ് ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, എന്താ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്, ടോട്ടൽ എനർജി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം. അതുകൊണ്ട് തന്നെ അത് ടൈമിന് ഇൻഡിപെൻഡന്റ് ആണ്. ഏത് ടൈമിലും അത് ഒരേപോലെ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, ടോട്ടൽ എനർജി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. ദാറ്റ് ഇസ് വൈ അതെന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വന്നിരിക്കുന്നത്. ടോട്ടൽ എനർജി ഈസ് സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഇനി നമുക്ക് നോക്കി കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും നോക്കാം. കൈനറ്റിക് എനർജി, ഇഫ് യു ടേക്ക് കൈനറ്റിക് എനർജി, അത് 0 ആണ്. 0 സ്റ്റാർട്ട് ചെയ്യുന്നു, അതിൻ്റെ ഒരു മാക്സിമം വാല്യൂവിൽ വരുന്നു, അതിനുശേഷം പിന്നെയും അത് 0 എത്തുന്നു, പിന്നെ അതൊരു മാക്സിമം വാല്യൂവിൽ എത്തുന്നു. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ ഇഫ് യു ടേക്ക് ദ പൊട്ടൻഷ്യൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി ഒരു മാക്സിമം വാല്യൂവിൽ എത്തുന്നു. അത് ദാറ്റ് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ എനർജി തന്നെയാണ് മാക്സിമം വാല്യൂ. ഇൻ ദാറ്റ് കേസ് ദ അതർ വൺ ഈസ് 0, റൈറ്റ്? സോ മാക്സിമം വാല്യൂവിൽ എത്തുന്നു, അത് കഴിഞ്ഞ് കറങ്ങി 0 വരുന്നു, വീണ്ടും അത് മാക്സിമം വാല്യൂവിൽ എത്തുന്നു. അങ്ങനെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും 0 നിന്നും മാക്സിമം വാല്യൂവിൽ നിന്നും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പൊട്ടൻഷ്യൽ എനർജി എവിടെയാണോ മിനിമം വരുന്നത്, മിനിമം വാല്യൂ ഹിയർ, മിനിമം വാല്യൂ എന്ന് പറയുന്ന രണ്ടിനെ, പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയും മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെ ഈ ഒരു പ്ലേസിൽ കൈനറ്റിക് എനർജിയുടെ വാല്യൂ 0 ആണ്. ഓക്കെ, കൈനറ്റിക് എനർജിയുടെ വാല്യൂ 0 ആണ്. ആ പ്ലേസിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം വാല്യൂവിൽ എത്തുവാണ്. ദാറ്റ് ഇസ് ഇ എന്ന് പറഞ്ഞ വാല്യൂവിൽ എത്തുവാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഗ്രാഫിൽ നെക്സ്റ്റ് വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആകുമ്പോൾ അവിടെ കൈനറ്റിക് എനർജി മാക്സിമം ആവുകയാണ്. ഇത് പൊട്ടൻഷ്യൽ എനർജി 0 വരുമ്പോഴത്തേക്കും കൈനറ്റിക് എനർജി അതിന്റെ മാക്സിമം വാല്യൂവിൽ എത്തുകയാണ്. ആൻഡ് മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു ടോട്ടൽ എനർജിയുടെ വാല്യൂ തന്നെയാണ്. ഇനി എവിടെയാണ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുന്ന കേസിൽ കൈനറ്റിക് എനർജി മിനിമം ആവുന്നു. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം മീൻസ് ടോട്ടൽ എനർജി തന്നെ, ആൻഡ് മിനിമം എന്ന് പറയുന്നത് ഇവിടെ 0 തന്നെയാണ്. ഓക്കെ, സോ അതങ്ങനെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫുൾ ടൈം പീരീഡ്, ആ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിന്റെ ഫുൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഈ ടൈമിനെക്കാട്ടും ട്വൈസ് ആണ്. അതിവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മളുടെ എന്താണ് കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും, കൈനറ്റിക് എനർജിയുടെയും അതുപോലെ പൊട്ടൻഷ്യൽ എനർജിയുടെയും ടൈം പീരീഡ് എന്ന് പറയുന്നത് T/2 ആണ്. ഓക്കെ, T/2. ഇനി നെക്സ്റ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി ആസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ ടോട്ടൽ എനർജിയുടെ ഗ്രാഫ്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അതെന്ന് പറയുന്നത് ഇവിടെയും എന്താണ്, ദാറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. ബിക്കോസ് ടോട്ടൽ എനർജി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഇസ് വൈ അത് ഏത് ഡിസ്പ്ലേസ്മെന്റിലും അത് എപ്പോഴും കോൺസ്റ്റന്റ് ആവുന്നു. അതുകൊണ്ടാണ് അതിനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് ആ ടോട്ടൽ എനർജി കൺസിസ്റ്റിംഗ് ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അതെന്ന് പറയുന്നത് എന്താണ്, മാക്സിമം മിനിമം വാല്യൂവിൽ നിന്നും അത് 0 ഡിസ്പ്ലേസ്മെന്റ് ടു മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരെ രണ്ട് ഡയറക്ഷനിലുള്ള മാക്സിമം ആംപ്ലിറ്റ്യൂഡിലൂടെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പം നോക്കിക്കേ, കൈനറ്റിക് എനർജി ആണെങ്കിലും പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിലും ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ 0th ഡിസ്പ്ലേസ്മെന്റ് ആണ്. പിന്നെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, ഇത് നെഗറ്റീവ് ഡയറക്ഷനിലെ മാക്സിമം ആംപ്ലിറ്റ്യൂഡും ഇത് പോസിറ്റീവ് ഡയറക്ഷനിലെ മാക്സിമം ആംപ്ലിറ്റ്യൂഡും, അങ്ങനെ നമുക്ക് അതിന്റെ ഇടയിൽ നിന്ന് അങ്ങനെ വേരി ചെയ്യുന്നുണ്ട്. അപ്പം കൈനറ്റിക് എനർജി എവിടെയാണോ മിനിമം ആവുന്നത് അവിടെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുന്നുണ്ട്. നോക്കുക, സി ഇൻ ദിസ് കേസ് ഇവിടെ ഈ ബ്ലൂ കളറിലെ ഗ്രാഫാണ് കൈനറ്റിക് എനർജി. ഇവിടെ കൈനറ്റിക് എനർജി മിനിമം ആവുകയാണ്. മിനിമം എന്ന് പറഞ്ഞാൽ മൈനസ് എ, ആ ഒരു ഡിസ്പ്ലേസ്മെന്റ്, നെഗറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് മൈനസ് എ വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി നോക്കി, കറസ്പോണ്ടിംഗ്ലി പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുകയാണ്. ഇനി പൊട്ടൻഷ്യൽ എനർജി 0 ആവുന്ന പ്ലേസ് നോക്കിക്കേ, കൈനറ്റിക് എനർജിയുടെ വാല്യൂ, ദാറ്റ് ഇസ് ഈ ബ്ലൂ കളറിലെ ഗ്രാഫ് നോക്കി, ഇത് മാക്സിമം ആവുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്, ദിസ് ഇസ് ഓക്കെ, ആ കൺസെപ്റ്റ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ്. അപ്പം ഇതെന്ന് പറയുന്നത് എനർജി വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ആണ് ഇവിടെ ഉള്ളത്. എനർജി വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇതിന്റെ അത് നമുക്ക് മനസ്സിലാക്കാം, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇത് 0, ഇതിന്ന് ഈ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുന്ന പോസിറ്റീവും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുന്ന നെഗറ്റീവും ആണല്ലോ. അപ്പം അതിൽ
നെഗറ്റീവ് ഡയറക്ഷനിലെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ് -a, പോസിറ്റീവ് ഡയറക്ഷനിലാണ് +a. അപ്പോൾ ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0, അതായത് ഈ ഒരു പൊസിഷനിൽ +aയിലും -aയിലും ഈ ഒരു എക്സ്ട്രീം പൊസിഷനിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താണ്, വെലോസിറ്റി 0 ആണ്. സോ ഈ പൊസിഷനിൽ കൈനറ്റിക് എനർജി 0 ആണ്. ഈ പ്ലേസിൽ കൈനറ്റിക് എനർജി 0 ആണ്. അത് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവും. ഈ ബ്ലൂ കളർ ഗ്രാഫ് ഇവിടെ ആയിട്ട് കോയിൻസൈഡ് ചെയ്യാണ്. നേരെ മറിച്ച് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അത് ഇൻക്രീസ് ചെയ്ത് അതിന്റെ ഇവിടെ ഈ മാക്സിമം വാല്യൂയിൽ എത്തുന്നുണ്ട്. വെൻ എക്സ് 0 ആവുന്ന കേസിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മാക്സിമം ആവുന്നുണ്ട്. ഇനി പൊട്ടൻഷ്യൽ എനർജി നോക്കുകയാണെങ്കിലോ, പൊട്ടൻഷ്യൽ എനർജി നേരെ ഇതിന്റെ തിരിച്ചാണ് വരുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഈ പൊസിഷനിൽ ഈ പൊസിഷൻസിൽ നോക്കിക്കേ, ഈ കറസ്പോണ്ടിംഗ് ഈ പൊസിഷനിലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇവിടെ മാക്സിമം വാല്യൂയിൽ എത്തുകയാണ്. ഓക്കെ, എക്സ്ട്രീം പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവും മാക്സിമം ആണ് എക്സ്ട്രീം പൊസിഷൻസിൽ. ആൻഡ് ഈ മീൻ പൊസിഷനിൽ ഇവിടെയാണ് എന്ത്, പൊട്ടൻഷ്യൽ എനർജി 0 ആവുന്നത്. ഓക്കെ, അത് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഈ ഗ്രാഫ് ആണെങ്കിലും എനർജി ഇത് എന്താണ്, എനർജി വേഴ്സസ് ടൈം ഗ്രാഫ് ആയിരുന്നു. ഇവിടെ വരച്ച എനർജി വേഴ്സസ് ടൈം ഗ്രാഫും ഇവിടെ വരച്ചത് എനർജി വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫാണ്. ഈ രണ്ട് ഗ്രാഫും നോക്കുകയാണെങ്കിലും ഇത് രണ്ടും പോസിറ്റീവ് ഗ്രാഫാണ്. 0യുടെ മുകളിലേക്കുള്ള ഒരു വാല്യൂ മാത്രമേ എനർജിക്കുള്ളൂ. ഇവിടെ നോക്കുകയാണെങ്കിലും എന്താണ്, എനർജിയുടെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, പോസിറ്റീവ് വാല്യൂസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, കാര്യം എന്താ, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നെഗറ്റീവ് ആവത്തില്ല. കാര്യം കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ½ ആണ്. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അതിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ½ ആണ്. ആ ഒരു കോൺസ്റ്റൻസിന്റെ എല്ലാം വാല്യൂ, അത് കെയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ആ കെയുടെ പെർട്ടിക്കുലർ വാല്യൂ m⍵² ആണ്. അതുകൊണ്ടാണ് എന്ത്, ഞാൻ ബാക്കി കാര്യങ്ങളും അവിടെ പോസിറ്റീവായി വന്നതുകൊണ്ടാണ് അവിടെ പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് ആകുന്നത്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി ആവട്ടെ കൈനറ്റിക് എനർജി ആവട്ടെ എല്ലാം ഇവിടെ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു SHMന്റെ ഓരോ ടൈം പീരീഡിലും, അത് ഒരു SHMന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റെപ്രസെന്റഡ് ബൈ T. അങ്ങനെ ഓരോ ടൈം പീരീഡിലും കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയും അതിന്റെ പീക്ക് വാല്യൂ 2 പ്രാവശ്യം അച്ചീവ് ചെയ്യുന്നുണ്ട്. അതായത് അതിന്റെ മാക്സിമം വാല്യൂ 2 പ്രാവശ്യം കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈ SHM അണ്ടർഗോ ചെയ്യുന്ന ഈ ഒരു ടൈം പീരീഡിൽ അച്ചീവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ ടൈം പീരീഡ് T/2 ആവുന്നത്. ഓക്കെ, നോക്കുക, നമ്മളുടെ എക്സ് 0 ആവുന്ന കേസിൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആവുന്നത് എവിടെയാണ്, അത് മെയിൻ പൊസിഷനിൽ. എക്സ് 0 ആവുന്നത് മെയിൻ പൊസിഷനിൽ, അതായത് പാർട്ടിക്കുലർ റെസ്റ്റിൽ ഇരിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് 0 ആവുന്ന പൊസിഷനിൽ എന്താണ്, ഈ പാർട്ടിക്കിളിന്റെ എനർജി എന്ന് പറയുന്നത് ഫുള്ളി കൈനറ്റിക് ആയിരിക്കും. പാർട്ടിക്കിൾസ് എനർജീസ് കൈനറ്റിക് ആയിരിക്കും. ഓക്കെ, കാര്യം മുഴുവൻ എനർജിയും കൈനറ്റിക് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പം ഈ കേസിൽ ഈ x=0 പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി എക്സ്ട്രീം പൊസിഷൻസിൽ നോക്കുക. എക്സ്ട്രീം പൊസിഷനിൽ, അത് എക്സ്ട്രീം പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് +or-a ആവുന്ന ഈ കേസിൽ പാർട്ടിക്കിളിന്റെ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ആയിരിക്കും. പാർട്ടിക്കിൾസ് എനർജി ഈസ് കംപ്ലീറ്റ്ലി പൊട്ടൻഷ്യൽ ആയിരിക്കും. ആൻഡ് ഹിയർ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം ഒരു മോഷൻ എന്ന് പറയുമ്പോൾ ഈ 2 ലിമിറ്റ്സിലായിരിക്കും. അതായത് കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് എത്തുമ്പോൾ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, മറ്റൊരു ഭാഗത്ത് എത്തുമ്പോൾ എന്തും പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 14.7 ആണ്. എ ബ്ലോക്ക് ഹൂസ് മാസ് ഈസ് 1 kg. ഇപ്പൊ ബ്ലോക്കിന്റെ മാസ് തന്നിട്ടുണ്ട് 1 kg. ഇറ്റ്സ് ഫാസ്റ്റൻഡ് ടു എ സ്പ്രിംഗ്. ഒരു സ്പ്രിങ്ങിനോട് ഘടിപ്പിച്ചിട്ടുണ്ട്. ദ സ്പ്രിംഗ് ഹാസ് എ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഓഫ് 50 Nm/m. അപ്പൊ നമുക്ക് ഒരു ബ്ലോക്ക്, ഒരു 1 kg ബ്ലോക്ക് ഒരു സ്പ്രിംഗിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അതിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ്, അത് സ്മോൾ k എന്ന് പറഞ്ഞാൽ 50 Nm/m ആണ് തന്നിട്ടുണ്ട്.
The block is pulled to a distance x equal to 10 centimeter from its equilibrium position at x equal to 0 on a frictionless surface from rest at time t is equal to 0. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടൈം t is equal to 0 അത് ഇനീഷ്യലി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് റെസ്റ്റ് പൊസിഷനാണ്. 0 എന്ന് പറഞ്ഞ റെസ്റ്റ് പൊസിഷനിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് അത് പുള്ളി ചെയ്തിരിക്കുകയാണ്. ഇത്രയും ഡിസ്റ്റൻസ് പുള്ളിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് നമുക്ക് 10 സെന്റിമീറ്റർ ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ 10 സെന്റിമീറ്റർ നമ്മൾ മീറ്റർ ആക്കാൻ 10/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് 0.1 മീറ്റർ. ഇതാണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ്. അത്രയും ആംപ്ലിറ്റ്യൂഡിലേക്ക് പുള്ളി ചെയ്തിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ കൈനറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് ടോട്ടൽ എനർജി ഓഫ് ബ്ലോക്ക് വിച്ച് ഈസ് 5 സെന്റിമീറ്റർ അവേ ഫ്രം ദ മീൻ പൊസിഷൻ. ഈ മീൻ പൊസിഷനിൽ നിന്നും ഒരു 5 സെന്റിമീറ്റർ മാറി നിൽക്കുമ്പോൾ ഉള്ള അതിന്റെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി കണ്ടുപിടിക്കുക. അതായത് എക്സ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് 5 സെന്റിമീറ്റർ ആകുമ്പോൾ 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 5/100 മീറ്റർ, അത് 0.05 മീറ്റർ ആകുമ്പോഴത്തേക്കുള്ള കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി ഒക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അപ്പൊ എന്താണ് നമുക്കറിയാം, ഒരു ബ്ലോക്ക് when it is attached to spring അത് ഉറപ്പായിട്ടും സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണ് നമുക്ക് ആംഗിൾ ഓഫ് ഫ്രീക്വൻസി. ഇപ്പൊ വാട്ട് ഇസ് ഇറ്റ്സ് ആംഗിൾ ഓഫ് ഫ്രീക്വൻസി? ആംഗിൾ ഓഫ് ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ ആണ് k/m. ഈ രണ്ടും നമുക്കുണ്ട്. k 50 ആൻഡ് മാസ് ഇസ് 1 kg. സോ √50 എന്ന് പറയുമ്പോൾ യു വിൽ ഗെറ്റ് 7.07. ഇത്രയും റാഡ് പെർ സെക്കൻഡ് ആണ് നമ്മളുടെ ആംഗിൾ ഓഫ് ഫ്രീക്വൻസി. ഓക്കെ, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇത് ടൈം t is equal to 0 എന്ത് ചെയ്തത്, നമ്മൾ അതിനെ പുള്ളി ചെയ്യുന്നത് ഇനീഷ്യലി. സോ നമുക്ക് 5 ഇവിടെ 0 ആയിട്ട് എടുക്കാം. ആൻഡ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം x of t is equal to a cos omega t plus 5. പക്ഷെ നമ്മൾ ഇവിടെ 5 as it is starting from 0 നമ്മൾ 5 0 ആയിട്ട് എടുക്കുന്നു. സോ x of t എന്ന് പറഞ്ഞാൽ a cos omega t. അപ്പൊ ഡിസ്പ്ലേസ് ചെയ്തത് എത്രയാ? 5 സെന്റിമീറ്റർ 0.05 മീറ്റർ ആണ് ഡിസ്പ്ലേസ്ഡ് ആയിരിക്കും നമുക്കറിയാം. സോ 0.05 is equal to ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന 0.1 കോസ് ഒമേഗയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 7.07 t. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് ഇതിന്റെ അകത്ത് കോസ് ഇത്രയും എങ്ങനെ എഴുതാം? കോസ് 7.07 t എന്ന് പറയുന്നത് എന്താണ്? 0.05 ഡിവൈഡഡ് ബൈ 0.1. സോ ഇത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 0.5. ഓക്കെ, അപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ഒന്നും ഡയറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന കൈനറ്റിക് എനർജിയും, പൊട്ടൻഷ്യൽ എനർജിയും, ടോട്ടൽ എനർജിയും ഒക്കെയാണ്. അപ്പൊ കൈനറ്റിക് എനർജി എന്ന് പറയുന്നതിന്റെ എക്സ്പ്രഷൻ എന്താണ്? ½ mv². അപ്പൊ നമുക്ക് v² എന്ന് പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റി വേണം. സോ v നമുക്കറിയാം, v is what? v is equal to minus omega a sin omega t plus 5 ആണല്ലോ. നമുക്ക് വേണ്ടത് v² ആണ്. v² എന്ന് പറഞ്ഞാൽ omega² a² sin² omega t plus 5 ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് cos omega t ആണ് നമുക്ക് എന്താണ്? cos omega t ആണ്. cos 0.707 t എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ കോസിന്റെ നമുക്ക് സൈൻ എടുക്കാമല്ലോ. എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ ജസ്റ്റ് ഇപ്പം യൂസ് ചെയ്തിരുന്ന ഒരു എക്സ്പ്രഷൻ cos² omega t പ്ലസ് sin² omega t എന്ന് പറയുന്നത് 1 ആണല്ലോ. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം? sin² omega t യെ 1 - cos² omega t എന്ന് എഴുതാൻ സാധിക്കും. സോ നമ്മളുടെ കയ്യിൽ cos of 7.07 t, അത് cos omega t, that is cos 7.07 t എന്ന് പറയുന്നത് 0.5 എന്ന് നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് ഇതിന്റെ cos² 7.07 t എങ്ങനെ എഴുതാൻ സാധിക്കും? 0.5 into square, that is 0.25. അപ്പൊ ഇതിന്റെ അകത്ത് sin² 7.07 t എങ്ങനെ എഴുതാൻ സാധിക്കും? ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യുക. 1 - cos² 7.07 t. സോ 1 - 0.25 ഇത് ചെയ്യുമ്പോൾ 0.75 എന്ന് വരും. സോ നമുക്ക് നമ്മുടെ v² എങ്ങനെ എഴുതാൻ സാധിക്കും? v² is omega² a² sin² omega t plus 5 ആണ്. ഈ ഒമേഗ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ അറിയാം എത്രയാണ്? 7.07, റൈറ്റ്? സോ 7.07 the whole square into a എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് 0.1 ആണ്, 0.1 സ്ക്വയർ into sin² omega t plus 5 ആണ് 0.75. സോ ഇത് ചെയ്യുമ്പോൾ 0.374 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും.
ഓക്കെ വി സ്ക്വയർ. അപ്പൊ നമുക്ക് കൈനറ്റിക് എനർജി എത്രയാണ്? കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ ആണ്. എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ബ്ലോക്ക് ആണ്. അത് 1 kg തന്നിട്ടുണ്ട്. സോ 1 ഇൻറ്റു വി സ്ക്വയർ ഇപ്പൊ 0.374 എന്ന് കിട്ടി. സോ ഇത് ചെയ്യുമ്പോൾ 0.187 ജൂൾസ് എന്ന് വരും. അപ്പൊ ഇതിനെ ഞാൻ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 0.19 ജൂളിന് എഴുതാൻ സാധിക്കും. ഇനി എനിക്ക് ഒരു കാര്യം കൂടെ വേണം. പൊട്ടൻഷ്യൽ എനർജിയും ചോദിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ ഹാഫ് കെ എക്സ് സ്ക്വയർഡ് ആണ്. സോ ഹാഫ് ഇൻറ്റു കെ എന്ന് പറഞ്ഞാൽ എത്ര? നമ്മുടെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഈസ് 50 ന്യൂട്ടൺ പെർ മീറ്റർ. സോ 50 ഇൻറ്റു ഇനി എക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതിന് എപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി when it is 5 centimeter away from the block എന്നുള്ളതാണ്. ആ ഒരു എക്സ് ഓഫ് ടിയുടെ തന്നെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 5 സെന്റിമീറ്റർ ആണല്ലോ, അതിനെ മീറ്ററിലേക്ക് ആക്കുമ്പോൾ 0.05 ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇത് ചെയ്യുമ്പോൾ 0.0625 ജൂൾസ് എന്ന് വരും. അപ്പൊ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയും കിട്ടി. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. സോ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ 0.19 ജൂൾസ് പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കിട്ടി 0.0625. സോ ഇത് ചെയ്യുമ്പോൾ 0.25 ജൂൾസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ടോട്ടൽ എനർജിയും കിട്ടി. അപ്പൊ എന്താണ് ഇത്രേ ഉള്ളൂ. മാക്സിമം ഡിസ്പ്ലേസ്മെന്റില് ഇത് പോയിന്റ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റില് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ എന്ത് പറ്റും? ടോട്ടൽ എനർജി അതിപ്പം മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് പോയിന്റിൽ എത്തുമ്പോൾ, എന്ന് വെച്ചാൽ എക്സ്ട്രീം പൊസിഷനിൽ എത്തുമ്പോൾ അവിടെ കൈനറ്റിക് എനർജി 0 ആവും. അപ്പൊ എന്ത് പറ്റും? ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഇപ്പൊ എക്സ്ട്രീം പൊസിഷനിൽ എന്താണ്? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. പക്ഷെ എക്സ്ട്രീം പൊസിഷൻ കൈനറ്റിക് എനർജി 0 ആകുമ്പോൾ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി മാത്രമായി മാറും. അപ്പൊ നമുക്ക് അങ്ങനെ നോക്കാം. അപ്പൊ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, ഈ കേസിലെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അഥവാ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ വിച്ച് ഇസ് 0.1 മീറ്റർ ആണല്ലോ. അപ്പൊ മാക്സിമം ആംപ്ലിറ്റ്യൂഡില് നമ്മളുടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താവും? ടോട്ടൽ എനർജി വിൽ ബിക്കം just the potential energy. Potential energy ആവും because kinetic energy 0 ആണ്. And what is the expression for potential energy? Half k x squared. So half into ഇത് constant 50 ആണ്. X എന്ന് പറയുന്നത് എത്രയാണ്? 0.1. So 0.1 into 0.1 which is 0.25 joules. See, അത് നമുക്ക് നമ്മുടെ ടോട്ടൽ എനർജി നമുക്ക് ഇങ്ങനെ 0.25 ജൂൾസ് എന്ന് കിട്ടി മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. അത് തന്നെയല്ലേ നമ്മൾ ഇവിടെ നമുക്ക് കിട്ടിയതും. സോ എന്താണ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്? കൈനറ്റിക് എനർജി 0 ആയതുകൊണ്ട് ടോട്ടൽ എനർജി തന്നെ ആയിരിക്കണം പൊട്ടൻഷ്യൽ എനർജി. അത് നമുക്ക് ഇതിൽ നിന്ന് വീണ്ടും മനസ്സിലായി. ഓക്കെ, ബിക്കോസ് ഹിയർ ഇറ്റ് ഈസ് ഒബേയിങ് ബിക്കോസ് ദിസ് ഈസ് അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അങ്ങനെ വരും. സിമിലർലി നമുക്ക് ഈ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്യുമ്പോൾ മീൻ പൊസിഷനിൽ മീൻ പൊസിഷൻ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി 0 ആവും. അപ്പൊ ഇൻ ദാറ്റ് കേസ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പിന്നെ അവിടെ it will be equal to kinetic energy at the mean position. Okay, according to conservation of energy. So the conservative force ആയതുകൊണ്ട് ഇത് ഇങ്ങനെ obey ചെയ്യും. Okay, so that's it. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. താങ്ക് യു.